മക്കളെ, നമ്മളിവിടെ നമ്മളൊരു ഐഡൻറ്റിറ്റി, ഒരു ആൾജിബ്രൈക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് സാർ ആ ഐഡൻറ്റിറ്റി ഒന്ന് പറയാം. നമ്മളത് പഠിച്ചതാണ്. രണ്ട് ഐഡൻറ്റിറ്റി ഏകദേശം ഒരേപോലെ വരുന്നതിനെ കമ്പയർ ചെയ്തതാണ്. നമ്മൾ പഠിച്ചു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്. അതുപോലെ വേറൊരെണ്ണം കൂടി പഠിച്ചു എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഈ രണ്ട് ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചതാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതുപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ രണ്ട് ഐഡൻറ്റിറ്റിയും മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് ഓർത്തിരിക്കാനുള്ള വഴി സാറ് പറഞ്ഞു. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വരും. പ്ലസ് ആണെങ്കിൽ ആദ്യം പ്ലസ് വരും. പക്ഷേ ഈ രണ്ട് കേസിലും ഒരു പ്ലസ്സും ഒരു മൈനസും ഉണ്ട്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ആദ്യം പ്ലസ് വരും, പക്ഷേ രണ്ടാമത് മൈനസ് വരും. ഇവിടെ മൈനസ് ആണെങ്കിൽ ആദ്യം ഇവിടെ മൈനസ് വരും, പക്ഷേ രണ്ടാമത് പ്ലസ് വരും. അപ്പോൾ ഒറ്റ കാര്യം ഓർത്തിരിക്കുക, രണ്ട് സ്ഥലത്ത് ഒരു പ്ലസ്സും ഒരു മൈനസും ഉണ്ട്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ആദ്യം പ്ലസ് വരും, രണ്ടാമത് മൈനസ് വരും. ഈ മൈനസ് വരുന്നത് എ ബിയിലാണ്. കാരണം എന്തുകൊണ്ടാണ്? എ സ്ക്വയറും ബി സ്ക്വയറും സ്ക്വയർ ആയതുകൊണ്ട് അതിനകത്ത് മൈനസ് വരാൻ പറ്റിയല്ല, അത് സ്ക്വയറായി പോകും. അപ്പം ഇവിടെയാണ് മൈനസ് വരുന്നത്. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിലോ നമ്മൾ ആദ്യം മൈനസ് വരും, അപ്പം ഈ എ ബിയുടെ സ്ഥാനത്ത് പ്ലസ് വരും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഐഡൻറ്റിറ്റി എന്തൊക്കെയാണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ രണ്ട് ഐഡൻറ്റിറ്റിയും പഠിച്ചാൽ നമുക്കിത് രണ്ട് പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. സാർ പറയാം. നമ്മൾ ആദ്യത്തെ ഒരു 10 നമ്പേഴ്സിൻ്റെ, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിച്ചിരിക്കണം. നമുക്ക് മുന്നോട്ട് ഓരോ കണക്കുകളും ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാവും. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് ഇപ്പം 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് എത്രയാ? 4 ഇൻറ്റു 4 ഇൻറ്റു 4 64 ആണ്. 5 ക്യൂബ് എത്രയാ? 125 ആണ്. 6 ക്യൂബ് എത്രയാ? 6 ഇൻറ്റു 6 ഇൻറ്റു 6 216 216. 7 ക്യൂബ് 343. അതുപോലെ 8 ക്യൂബും 9 ക്യൂബും 10 ക്യൂബും. ഇത്രയും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ഓരോ കണക്കുകൾ ചെയ്യാൻ നേരത്തെ അത് ആവശ്യം വരും. അപ്പോൾ ഇവിടെ നമുക്ക് 27y ക്യൂബ് പ്ലസ് 125z ക്യൂബ്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? 27y ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3y ദ ഹോൾ ക്യൂബ് പ്ലസ് 125z ക്യൂബ് എന്ന് പറഞ്ഞാലോ? 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബാണ്. അപ്പോൾ 5z ദ ഹോൾ ക്യൂബ്. ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. അപ്പം നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എ ഈസ് ഈക്വൽ ടു 3y ആണ്, ബി ഈസ് ഈക്വൽ ടു 5z ആണ്. ഇനി നമ്മൾ വെറുതെ ആ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതായത് എക്ക് പകരം 3yയും ബിക്ക് പകരം 5zഉം കൊടുത്തിട്ട് സോൾവ് ചെയ്യുക, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെയാണെങ്കിലോ ഇവിടെ നേരെ തിരിച്ച് മൈനസ് ആണ്. അപ്പം ഇവിടെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലേക്ക് വരണമെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഈ 343 കാണുമ്പം 7ൻ്റെ ക്യൂബാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. 64 എന്ന് കാണുമ്പം തന്നെ 4ൻ്റെ ക്യൂബാണ്. അപ്പം നമുക്ക് 4m ദ ഹോൾ ക്യൂബ് മൈനസ് 7n ദ ഹോൾ ക്യൂബ്. കണ്ടോ? അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബായി. അപ്പം നമുക്ക് എ മൈനസ് ബി ഇൻറ്റു, അതായത് 4m മൈനസ് 7 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
4m സ്ക്വയർ 16m² വരും. പ്ലസ് എ ബി 4m × 7n എന്ന് പറയുമ്പം 28mn പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പം 49n². പിന്നെയുള്ള കാര്യം എളുപ്പമായി, കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പം ബേസിക്കലി നമ്മളിങ്ങനെയുള്ള ആദ്യത്തെ 10 നമ്പറുകളുടെ ക്യൂബ് അറിഞ്ഞിരിക്കണം. സാർ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ, നമ്പർ സിസ്റ്റത്തിലെ ഒരു വീഡിയോയിൽ ആദ്യത്തെ 10 നമ്പറുകളുടെ സ്ക്വയറുകൾ, 2ൻ്റെ സ്ക്വയർ, 2ൻ്റെ ക്യൂബ്, 2ൻ്റെ 2⁴, 2⁵, അങ്ങനെ 2⁻10 വരെ ഓർത്തിരിക്കണം എന്നൊക്കെ മക്കളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 3യുടെയും നമ്മൾ അങ്ങനെയൊക്കെ ഓർത്തിരിക്കണം. 3 സ്ക്വയർ 9 ആണ്, 3 ക്യൂബ് എത്രയാണ് 27 ആണ്, 3⁴ 81 ആണ്, അങ്ങനെ 3⁵, 3�6 മുതൽ 3⁻10 വരെ. അപ്പോൾ അതുപോലെ 4 സ്ക്വയർ 4 ക്യൂബ് 4⁴, 4⁵, 5 സ്ക്വയർ 5 ക്യൂബ് 5⁴, 5⁵. അത്രയൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണക്കുകളിൽ സ്പീഡുണ്ടാവും. അതുപോലെ തന്നെ ആദ്യത്തെ 10 ക്യൂബുകൾ ഓർത്തിരിക്കുക. 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് അങ്ങനെ 10 ക്യൂബ് വരെ ഓർത്തിരിക്കുക. ഇതൊക്കെ മക്കളുടെ ഒരു കോളം ഇട്ടിട്ട് എഴുതി വയ്ക്കുക. കാരണം നമുക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പോൾ 8 ക്യൂബ് കിട്ടണമെങ്കിൽ നമ്മൾ 8 × 8 × 8 നോക്കിയാൽ മതി. 8 × 8 64 ആണ്. 64 × 8 എത്രയാണ്? അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിലെ കൂട്ടുകാരിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.